എല്ലാവർക്കും നമസ്കാരം. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് എനിക്ക് ആദ്യ കാലങ്ങളിലാന്ന് തോന്നുന്നു സമാനമായിട്ടുള്ള മറ്റൊരു വിഷയത്തില് ആം, എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇതേ വേദിയിൽ സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരത്തില് ഉള്ള പല വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു കൂട്ടായ്മ ഇല്ലാതെ ആകുന്നതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ടൈറ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യാനും കൂടെ കാരണം റീഡിഫൈനിങ് ഫ്രീഡം എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു ആദ്യം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ നിയർലി ഹാഫ് ആൻ അവർ സംസാരിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ എന്താണ് ഞാൻ സംസാരിച്ചെന്നുള്ളത് കുറേയും കൂടി വിശാലമായിട്ടുള്ള ചർച്ചയ്ക്കും അഭിപ്രായങ്ങൾക്കും വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പം വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ റീഡിഫൈനിങ് ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിനെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള ആശയത്തിനെ പുനർനിർവചനം ചെയ്യുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഇന്ത്യയെ മുന്നോട്ട് പോകുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമെന്നാണ് ഒരു രാഷ്ട്രീയ മീമാംസ വിദ്യാർത്ഥി, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗവേഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു ടൈറ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകം തന്നെ പല രീതിയിലുള്ള ഫ്രീഡം എന്നുള്ള ഒരു വാക്കിന് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു ആശയത്തിന് എന്താണ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം കേരളത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഭീതികളിലൂടെ, പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ പല രീതിയിലുള്ള അസ്ഥിരതകളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം മുന്നേ കേരളത്തില് ഇതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ച ഒരു ദിവസം കൂടിയായിരുന്നു. 31-ാം തീയതി, ജൂലൈ മാസം അവസാന തീയതി നമ്മൾ കണ്ടത് കേരളം കണ്ട അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ നമ്മൾ കണ്ടു. അവിടെയുള്ള പല കുടുംബങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങള് എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു നിമിഷത്തിലാണ് അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ രാജ്യം തന്നെ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ പിറകോട്ട് പോവുകയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു. മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, അല്ലെങ്കിൽ വർണ്ണത്തിന്റെ പേരില്, വർഗത്തിന്റെ പേരില്, ജെൻഡറിന്റെ പേരില്, സംസാരിക്കുന്ന ഭാഷയുടെ പേരില്, ജനിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ പേരില് ഒക്കെ തന്നെ ഓരോ ഇടങ്ങളിലും മാറ്റി നിർത്തപ്പെടലുകളും അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനും ഒക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണല്ലോ നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു ടോക്ക് എപ്പിസോഡ് നമ്മൾ നടത്തിയിട്ടുള്ളത് കൂടി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ്. 2022 സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് നമ്മൾ എത്ര പേരത് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടത് തന്നെ ഓർത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 2022 ഓഗസ്റ്റ് 14 രാജസ്ഥാനില് ഒരു കുടത്തിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നുള്ളത് കൊണ്ട് ആ വിദ്യാർത്ഥിയെ അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കൂട്ടായ്മയിലുള്ള പല പ്രായക്കാരും അന്ന് സ്കൂളിൽ പഠിച്ചിരുന്നിരിക്കാം. 2 വർഷം മുന്നേ നടന്നൊരു കാര്യമാണ്. ആ വിദ്യാർത്ഥിയെ സ്വന്തം അധ്യാപകൻ അതേ കുടം വെച്ച് തലയ്ക്ക് ഇറങ്ങി കൊന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നുള്ളത് ആ കുട്ടി താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഡിസ്പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജാതിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടും ആ കുടത്തിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം ആ ജാതിയിൽപ്പെട്ട ആൾക്ക് ഇല്ല എന്നുള്ളതുമായിരുന്നു സ്വന്തം അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ കൊല്ലാനായിട്ടുള്ള ഒരു കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പല പോളിസി തരത്തില് അല്ലെങ്കിൽ പല തരത്തിലുള്ള മാറ്റി നിർത്തപ്പെടലുകള് സംവിധാനം തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പല ജാതിയിൽപ്പെട്ടവർ, പല മതത്തിൽപ്പെട്ടവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകണം എന്നുള്ള തലത്തിൽ സ്വന്തം സ്കൂളുകളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വിവേചനങ്ങൾ അധ്യാപകരാലും വിദ്യാർത്ഥികളാലും അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മാനേജ്മെന്റുകളാലും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇത്ര പേർക്ക് ഈ ഒരു മറ്റൊരു വിഷയം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് പിറകോട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതേ അധ്യാപിക ചെയ്തത് ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികളെ കൊണ്ട് ആ കുട്ടിയെ തല്ലുക എന്നുള്ളതാണ് സ്വന്തം അധ്യാപിക ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്തുള്ള ഒരു വിഭാഗം മനുഷ്യര് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു ജനത ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളവർക്ക് പഠിക്കാൻ, ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഉല്ലസിക്കാൻ, കളിക്കാൻ, സിനിമ കാണാൻ, പാട്ട് പാടാൻ, നൃത്തം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തിനെന്ന് പോലും അവകാശമില്ലാത്ത രീതിയിൽ ഒരു വലിയ വിഭാഗം രാജ്യം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയും അവിടെ ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളും കുട്ടികളും ആണ്, സ്ത്രീകളുമാണ്, വയോധികരുമാണ്. അതായത് മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരാണ്. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ലോകത്ത് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് സ്വാതന്ത്ര്യം? എന്റേതായിട്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ഫെസിലിറ്റീനെയാണ്, ഒരു കാര്യത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരതേനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള അവകാശങ്ങളില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരാളെ തല്ലണം, എനിക്കൊരാളെ തല്ലാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ വീട്ടിൽ കയറി താമസിക്കണം, എനിക്ക് മറ്റൊരാളുടെ സാധനം വേണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ സ്ഥലം വേണം, അല്ലെങ്കിൽ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ തെങ്ങിലെ തേങ്ങ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പുറത്തെ വീട്ടിലെ വാഴയിലെ പഴം വേണം. അതിനുള്ള അവകാശങ്ങളില്ല. പക്ഷെ അതേസമയം എനിക്ക് പാട്ട് പാടാൻ, ഞാൻ പാട്ട് പാടുന്നു എന്നുള്ളത് കൊണ്ട് XYZ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥിരതേനെയാണ്, ഒരു അവസ്ഥേനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. ആ സ്വാതന്ത്ര്യം എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഒരു ആമുഖമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രഭാഷണത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്ന് എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് പല ഇടങ്ങളിലായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഒരു ഹലോ ഓക്കെ, നമുക്കിപ്പം ഒരു വലിയ ഒരു ഉദാഹരണത്തിന് ഒരു നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള ഒരു കഥ എഴുതി നമ്മൾ ചിന്തിക്കണം, കഴിഞ്ഞ ഒരു ദശകമായിട്ട് ഇഷ്ടമുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ രീതിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതി അല്ലെങ്കിൽ ഒരു കഥ എഴുതി അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തി എന്നുള്ളത് കൊണ്ട് കൊല്ലപ്പെട്ടു പോയിട്ടുള്ള എത്ര ആൾക്കാർ നമ്മുടെ ചുറ്റും ഇന്നുണ്ട്. ഗൗരി ലങ്കേഷ് മുതൽ കൽബുർഗി മുതൽ എത്ര പേര് നമ്മുടെ ചുറ്റും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് കൊല്ലപ്പെട്ടു പോയി, അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെട്ടു. ഞാനിപ്പോ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ്. എന്റെ ഒപ്പം ഗവേഷണം തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഗവേഷണം തുടങ്ങിയിരുന്ന നിരവധി ആൾക്കാർക്ക് ഗവേഷണം എന്നുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അടക്കമുള്ള ഗവേഷക സമൂഹം മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നേരിട്ടൊരു കാര്യം എന്നുള്ളത് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളതാണ്. ഇപ്പൊ പല രീതിയിലുള്ള ഗവേഷണ ഫെലോഷിപ്പുകൾ നിർത്തലാക്കിയ ഒരു ഇടത്താണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പല കാരണങ്ങളാൽ അത് കിട്ടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അടക്കമുള്ളവർ ഗവേഷണം ചെയ്തു മുന്നോട്ട് പോകുന്നത്. ഇഷ്ടമുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതാനോ ചെയ്യാനോ അല്ലെങ്കിൽ ഗവേഷണ ശാലയിൽ ഇഷ്ടമുള്ള രീതിയിൽ ഗവേഷണ മേഖല വിപുലീകരിക്കാനോ കഴിയാത്ത രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ അതേസമയം നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഇറങ്ങിയിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, പാർവതി തിരുവോത്ത് കോട്ടുവറ്റൊക്കെ അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമ പുറത്തിറക്കാൻ ആ സിനിമയുടെ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ ആ സിനിമ ഡയറക്ടർക്കും സുപ്രീം കോടതി പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും അതേ ചോദ്യം ഒന്നും കൂടെ ചോദിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുത്താതെ മുന്നോട്ട് പോവാനുള്ള ഒരു ഇടത്താണോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അപ്പം വീണ്ടും നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അത് നമുക്ക് ഒരു സിനിമ ഇറക്കാൻ കഴിയുന്നില്ല, ഒരു ഗവേഷണ പ്രബന്ധം ഇറക്കാൻ കഴിയുന്നില്ല, ഒരു കഥ ഇറക്കാൻ കഴിയുന്നില്ല, ഒരു പാട്ട് എഴുതാൻ കഴിയുന്നില്ല. ഇവിടെ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സർവെയിലൻസ്, ഒരു നിരീക്ഷണം. ആ നിരീക്ഷണം എന്തിനും വേണം. ഇന്ത്യ എന്നുള്ളതൊരു ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ കൂടി ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണ്.
ഇപ്പൊ റിപ്പബ്ലിക്കിന്റേതായിട്ടുള്ള, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അല്ലെങ്കിൽ നിയമാവലി പോലെയുള്ള കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ തോന്നിയതെല്ലാം ചെയ്യുന്ന കാര്യം ഇല്ല. പക്ഷെ എന്റെ ഇഷ്ടം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ല എന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് എങ്കിൽ എന്തിനാണ് എന്റെ ഇഷ്ടം അവിടെ ഞാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ടോ തടയേണ്ടി വരുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഞാനിപ്പോ ഒരു സിനിമ ഇറക്കുന്നു, അത് പരിപൂർണമായിട്ടൊരു കലയാണ്, ഒരു കലാരൂപമാണ്. ആ കലാരൂപം ഞാൻ ആ സിനിമ ഇറക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് ഉണ്ടാവുക? അല്ലെങ്കിൽ ഞാനൊരു കഥ എഴുതുന്നു, അല്ലെങ്കിൽ ഞാനൊരു പ്രബന്ധം എഴുതുന്നു, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി പറയാണ് നിങ്ങൾക്ക് ഇനി മിണ്ടാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ഒരു സൂം മീറ്റിംഗ് ഒന്ന് പുറത്താക്കുന്നു. അതൊക്കെ നമുക്ക് എത്രത്തോളം ഫാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫാസിസം? നമ്മൾ ഫ്രീഡം എന്നുള്ള ഒരു ആശയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ നിർബന്ധമായിട്ടും ചർച്ച ചെയ്തു പോവേണ്ട ഒരു കാര്യമാണ് ഫാസിസം എന്നുള്ളത്. എന്താണ് അപ്പോൾ ഫാസിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് മറ്റൊരു വലിയ ഗ്രൂപ്പിന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഗ്രൂപ്പിനെ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ അവരുടെ ശബ്ദം ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ അവരുടെ ചലനം ഇല്ലാതെയാക്കാനോ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുക. അപ്പോൾ ഫ്രീഡം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഫ്രീഡം എത്രത്തോളം അനിവാര്യമാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു ഇടത്തെ, രാജ്യം എന്നുള്ള പോലും പറയുന്നില്ല. അപ്പൊ ഫാസിസം എന്നുള്ളത് വീട്ടിൽ പോലും വലിയ രീതിയിലുള്ള ഫാസിസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ള അനീതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്നു എന്നുള്ള ഒരു സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രായമുണ്ട്. അപ്പൊ ആ പ്രായം ആകുമ്പോൾ ആ വീട്ടിലെ പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളുടെ ഗാർഡിയൻസ്, അതിപ്പോ പാരന്റ്സ് ആകാം, അല്ലെങ്കിൽ പെൺകുട്ടിയെ നോക്കി വളർത്തുന്നവരാകാം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ളവരാകാം, അവർ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ഫാസിസ്റ്റിക് പ്രവർത്തനമാണ്. അതായത് ഇപ്പൊ നമ്മളൊക്കെ ചുറ്റും നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള വീട്ടിൽ കയറി ചെല്ലാനുള്ള ഒരു വ്യക്തിയാണ് നീ എന്നുള്ളത്, നീ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലാനുള്ളതാണ്. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് നീ വന്ന് കയറിയ പെണ്ണാണെന്നുള്ളത്. ഇതൊരു വലിയ ഫാസിസ്റ്റിക് പ്രവർത്തനമാണ്. അതായത് ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ഇടമില്ലാത്തൊരു വ്യക്തിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മിനിയേച്ചർ വെർഷൻ, ഫാസിസത്തിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ തന്നെയാണ് ഒരു വലിയ വിഭാഗം ജനങ്ങള്, ഒരു മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന, അതായത് വലിയ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരിടത്ത് കുറച്ച് മൈനോറിറ്റിയിൽ, പോപ്പുലേഷനാൽ മൈനോറിറ്റിയിലായിട്ടുള്ള വിഭാഗത്തിന്റെ മേലിൽ കാണിക്കുന്ന ഈ അടിച്ചമർത്തലിനെ നമുക്ക് ഫാസിസം എന്ന് പറയാം. അതായത് ഒരു വീട്ടില് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നീ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടതാണ് അല്ലെങ്കിൽ വന്നു കയറിയതാണ് എന്നൊരു പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ ചുറ്റും നിൽക്കുന്നവർ പറയുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതും ഫാസിസമാണ്. രാജ്യത്ത് വളർന്നു വരുന്ന മെജോറിറ്റേറിയനിസം, ഭൂരിഭാഗം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉള്ള ജനങ്ങള് ന്യൂനപക്ഷമായിട്ടുള്ള മൈനോറിറ്റി ആയിട്ടുള്ള വ്യക്തികളോട് കാണിക്കുന്നതും ഫാസിസമാണ്. അപ്പൊ ഇത് രണ്ടും ഫാസിസമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടേണ്ടി വരുന്നതും നമുക്ക് ഇൻഡിപെൻഡൻസ് എന്നോ കിട്ടിയിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് മാസം അർദ്ധരാത്രി 14-ാം തീയതി അർദ്ധരാത്രി നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഡിപെൻഡൻസ് എത്ര പേർക്ക് അപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന്, എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂര് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനമുണ്ട്, കേരള സർക്കാർ സ്ഥാപനമുണ്ട്. ആ കേരള സർക്കാർ സ്ഥാപനത്തില് അവിടെയുള്ള കുട്ടികളോട് അല്ലെങ്കിൽ കുറച്ച് കുട്ടികളോട് വാർഡൻ ജാതി പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുകയും അവരെ മാനസികമായിട്ട് അവർക്ക് പിരിമുറുക്കം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും 47 സ്വാതന്ത്ര്യം കിട്ടി, 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായി.
1947 ഓഗസ്റ്റ് മാസം 15 ഒഫീഷ്യലി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇൻഡിപെൻഡൻസ് കൈവരിച്ചു. 1950 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. റിപ്പബ്ലിക് ആയതോടുകൂടി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന, ഭരണഘടന എന്ന് പറയുന്ന ഒരു പുസ്തകം നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള രാജ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ദളിതർ, ആദിവാസികൾ, അല്ലെങ്കിൽ സ്ത്രീകൾ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യര്, അല്ലെങ്കിൽ മുസ്ലിംസ് ആയിട്ടുള്ള മനുഷ്യര്, അല്ലെങ്കിൽ ദളിത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മനുഷ്യര്, ഇങ്ങനെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എത്രത്തോളം ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു? 70 വർഷത്തിൽ പരം സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ 80 വർഷം, 3 വർഷം കൂടെ കഴിഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് 80 വർഷമാകുന്നു. 80 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതേ വിഷയം നമ്മൾ വീണ്ടും 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 ചർച്ച ചെയ്യേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഇവിടെ മെജോറിറ്റേറിയനിസം, അതായത് 1947 ഓഗസ്റ്റ് മാസം 13 വരെ എന്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യക്കാര് മൊത്തം സമരം ചെയ്തിരുന്നത്? അതായത് സ്വാതന്ത്ര്യം, ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരോട് അവരുടെ അധിനിവേശത്തിനെതിരെയായിരുന്നു നമ്മൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കാരല്ലാത്ത പുറത്തു നിന്നുള്ള രാജ്യക്കാര് ഇവിടെ വന്ന്, നിരവധി രാജ്യക്കാർ, കേവലം ബ്രിട്ടീഷേഴ്സ് അല്ല, പോർച്ചുഗീസ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഉണ്ടായിരുന്നു, ഡച്ച് ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി രാജ്യക്കാര് ഇന്ത്യ മഹാരാജ്യത്ത് അധിനിവേശം നടത്തി ലൂട്ട് ചെയ്തിട്ടുണ്ട്. മോഷണങ്ങള്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നു, ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നു, ഇവിടെയുള്ള ജനങ്ങളെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും എതിരെയാണ് ഞാൻ പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. ചൂഷണം, പീഡനം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. കേവലം ഇവിടെ വന്ന് ഭരിക്കൽ മാത്രമായിരുന്നില്ല അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിരവധി സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നും ഇവിടെയുള്ള ജനങ്ങളെ, മെജോറിറ്റേറിയനിസം ആയിട്ടുള്ള നിരവധി മനുഷ്യര് ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നുണ്ട്. ഈ ചൂഷണത്തിനെതിരെയും പീഡിപ്പിക്കുന്നതിനെയും എത്ര ആൾക്കാരാണ് സമരം ചെയ്യുന്നത്? ആർക്കൊക്കെയാണ് സമരം ചെയ്യേണ്ടി വരുന്നത്? ഒരിക്കലും മെജോറിറ്റി ആയിട്ടുള്ള മനുഷ്യർ ഇവിടെ ആ സമരം ചെയ്യേണ്ടി വരുന്നില്ല. എന്നും ഈ പോരാട്ടം നടത്തേണ്ടി വരുന്നത് ന്യൂനപക്ഷമായിട്ടുള്ള മനുഷ്യരാണ്. ആ ന്യൂനപക്ഷത്തിനൊപ്പം നമ്മൾ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യരും നിൽക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഇനി അങ്ങോട്ടുള്ള റീഡിഫൈനിങ് ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിനെ പുനർനിർവചനം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തിനായിരിക്കണം ഈ ഒരു അലയൻസ്, അല്ലെങ്കിൽ ഈ ഒപ്പം നിൽക്കുക? അതിനെയാണ് നമ്മൾ അലയൻസ് എന്ന് പറയുന്നത്. എന്തിനായിരിക്കണം ആ ഒരു ഒപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം? കാരണം ജർമ്മനിയിൽ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജ്യൂസിനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവിടെയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം അവർ ജ്യൂസിനെ തേടി വന്നു, അപ്പോൾ ഞങ്ങൾ ഒപ്പം നിന്നില്ല, കാരണം ഞാൻ ജൂ അല്ലായിരുന്നു. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, അപ്പോൾ ഞാൻ ഒപ്പം നിന്നില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ എന്നെ തേടി വന്നു, പക്ഷെ എന്റെ ഒപ്പം ആരും നിന്നില്ല, കാരണം എല്ലാവരും മരിച്ചിരുന്നു. ഇതായിരുന്നു ആ ഒരു, ഇംഗ്ലീഷിലാണ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്, അതിന്റെ ആകത്തുക എന്ന് പറയാൻ പറഞ്ഞതാണ്. കാരണം എന്ന് വേണമെങ്കിലും നമുക്കെതിരെയും ഈ പറയുന്ന വിരൽ ചൂണ്ടൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമ്മൾക്കെതിരെയും, മെജോറിറ്റി എന്ന് പറയുന്ന മനുഷ്യർക്കെതിരെയും എന്ന് വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടായേക്കാം. എപ്പോഴും നമ്മൾ ഈ മെജോറിറ്റേറിയനിസത്തിനെതിരെ അറ്റാക്ക് നടത്തിയിട്ടില്ല എങ്കിൽ എന്ന് വേണമെങ്കിലും ഈ ഒറ്റപ്പെടൽ നമ്മൾക്കും നേരിടേണ്ടി വന്നേക്കാം. ആ ഒറ്റപ്പെടൽ എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടാകാം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടാവാം, സാമ്പത്തികപരമായിട്ടാവാം, എങ്ങനെ വേണമെങ്കിലും ഈ ഒറ്റപ്പെടൽ ഉണ്ടാവാവുന്നതാണ്. ആ ഒറ്റപ്പെടലിനെ തരണം ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യവുമാണ്. എങ്ങനെയാണ് അപ്പോൾ ഇത് ഒറ്റപ്പെടലിനെ തരണം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ചില മനുഷ്യർ ഒറ്റപ്പെടുമ്പോൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? ഒരിക്കലും നമുക്ക് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ റോട്ടിൽ ഇറങ്ങി വാളും പരിചയമെടുത്ത്, അല്ലെങ്കിൽ ബോംബും എടുത്ത്, തോക്കും എടുത്ത് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വിനിമയത്തിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ള ചർച്ചകളിലൂടെ, അല്ലെങ്കിൽ അവരൊപ്പം നിൽക്കുക, മാനസിക സപ്പോർട്ട്, സാമൂഹിക സപ്പോർട്ട്, അത് ഏറ്റവും വളരെ വലിയതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടക്കുന്ന ഈ ഒരു സമരത്തിന് നിരവധി ആൾക്കാര്
പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഓരോ ദിവസവും അവിടെ ചെന്ന് സമരത്തിന് ഐക്യദാർഢ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഫിലിം ഫെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിലൂടെയും നമുക്ക് ഇത്തരത്തിലുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. സമരത്തിന് ഇന്ന ഒരു അജണ്ട എന്നൊന്നുമില്ല. അല്ലെങ്കിൽ സമരം എന്ന് പറയുന്നത് റോഡിലിറങ്ങി ഇൻകുലാബ് വിളിക്കൽ മാത്രമായിരിക്കണം എന്നുമില്ല സമരം. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് മാത്രമാണ് സമരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഫ്രീഡം ഫൈറ്റ്, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കേൾക്കുന്ന പേരുകളല്ലാതെ നിരവധി പേരുകളുണ്ട്. ഇപ്പൊ നമ്മൾ നിരന്തരം പാഠ്യപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിവസങ്ങളിൽ കേൾക്കുന്ന നിരവധി പേരുകളുണ്ട് അല്ലെ. മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരവധി പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ കേൾക്കാതെ പോയ നിരവധി പേരുണ്ട്. ഉദാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് ക്വീലി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കേൾക്കാതെ പോയ നിരവധി അനവധി ആൾക്കാരുണ്ട്. അവരുടെ സമരങ്ങളും സമരങ്ങൾ തന്നെയാണ്. കേവലം ഝാൻസി റാണിയുടെ മാത്രം സമരമായിരുന്നില്ല 1957 ഉണ്ടായിരുന്നത്. ഝാൻസി റാണിയുടെ ഒപ്പം തന്നെ നിരവധി ആൾക്കാരും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ കേവലം ചിലരുടെ പേരുകൾ മാത്രമാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിന് ഇല്ലാതെ ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരുടെ സമരങ്ങളും അവരുടെ പോരാട്ടങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഇരുന്ന് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതിലേക്ക് നമ്മളെ എനേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി രീതിയിൽ നമുക്ക് ന്യൂനപക്ഷങ്ങളുടെ ഒപ്പം സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവർക്കും, കേവലം ഒരു വിഭാഗം മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു വ്യവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യത്തിനെ നമുക്ക് എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് ചിലയിടങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഉള്ള വിഷയത്തിനെ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് അത് കുറേയും കൂടി വിപുലമാക്കാൻ കഴിയുന്നത്? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ സംസാരിച്ച അതേ വിഷയം തന്നെ എടുക്കാം. ഉദാഹരണത്തിന് ഒരു 18 വയസ്സ് കഴിയുന്ന അല്ലെങ്കിൽ ഒരു 13-14 വയസ്സാവുന്ന ഒരു പെൺകുട്ടിയോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അടുക്കള പണികൾ തുടങ്ങേണ്ടതാണ് എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വീട്ടിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത്, എന്ന് വെച്ചാൽ വീട്ടുകാരായിട്ട് നമ്മൾ വടി ഉണ്ടാക്കണം, വീട് വിട്ട് ഇറങ്ങി പോകണം എന്നുള്ളതല്ല. പക്ഷെ വീട്ടിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുക, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ആ ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു ചർച്ചയെ നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് പഠിക്കാൻ. ഇപ്പൊ ഞാനൊക്കെ വളരെയധികം നേരിട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ മാത്സ് സയൻസ് ഒക്കെ പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പൊ 9th 10th ഒക്കെ ആയപ്പോഴേക്കും എന്നും ഉണ്ടാവുന്ന എന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എന്റെ ഫസ്റ്റ് അവർ എന്റെ ക്ലാസ് ടീച്ചർ മാത്സ് അധ്യാപികയായിരുന്നു. ആ മാത്സ് അധ്യാപിക എന്നും എന്നെ അടിക്കുമായിരുന്നു. അപ്പൊ അന്നൊക്കെ 1-2 തവണ ഭയങ്കര ദേഷ്യം വന്നപ്പോ അവരുടെ കയ്യിലൊക്കെ ഞാൻ കയറി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു ഡയലോഗിന്, ഒരു ചർച്ചയ്ക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇടം ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് മാത്സ് പറ്റുന്നില്ല, എനിക്ക് കേവലം ഞാൻ പിന്നെ 10ാം ക്ലാസ് തീരാറായപ്പോഴാണ് ഞാൻ ആ ഒരു സ്ട്രാറ്റജി സ്വയം അഡാപ്റ്റ് ചെയ്ത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, മാത്സ് സയൻസും കേവലം പാസ്സാവുക, അതേസമയം ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, സോഷ്യൽ സയൻസ് ഈ 3 വിഷയങ്ങളിൽ ഞാൻ നല്ലോണം പഠിക്കുക. അപ്പൊ ആ രീതിയിലാണ് എനിക്ക് 10ൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്ക് കിട്ടിയത്. അത് പക്ഷെ എന്നോ എനിക്ക് 9ാം ക്ലാസ്സിലെ എനിക്ക് ആ ഒരു സ്ട്രാറ്റജി എന്റെ അധ്യാപകർ എനിക്ക് പറ്റാത്ത വിഷയം ജസ്റ്റ് പഠിച്ചിട്ട് പറ്റുന്ന വിഷയങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അത് കുറെ കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് മേ ബി കുറെ കൂടെ നന്നായിട്ട് എല്ലാ വിഷയങ്ങളിലും എക്സൽ ചെയ്യാമായിരുന്നു. എനിക്ക് ഇപ്പൊ ചിന്തിക്കുമ്പോൾ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇടത്തിലേക്ക്, കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ട്രോമയുണ്ട്. അവരെ തല്ലുമ്പോൾ, അവരെ ഉപദ്രവിക്കുമ്പോൾ അവര് പഠിക്കുകയല്ല ചെയ്യുക, ആ വിഷയം വെറുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് അവിടെ ഇല്ലാണ്ടാവുകയാണ്. അല്ല, ഉദാഹരണത്തിന് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മളെ അധ്യാപകര് അടിക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ മാനസികമായിട്ട്, എന്നോടൊക്കെ എന്റെ മാത്സ് ടീച്ചർ ചോദിച്ചിരുന്നു, വൈ ആർ യു കമ്മിങ് ടു സ്കൂൾ എന്നാണ്, എന്തിനാ സ്കൂളിലേക്ക് വരുന്നേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എനിക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ട്. അവിടെ എന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് മറ്റിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാണ് ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാനസിക പീഡനമല്ല വിദ്യാർത്ഥികൾ സ്കൂളിൽ വേണ്ടത്. അവർക്ക് കുറെ കൂടി സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കാനും അവരുടെ ചിന്താശേഷി വികസിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഇടം ക്രിയേറ്റ് ചെയ്യാനും കൂടിയുള്ള ഒരു സ്ഥലമാണ്. സ്കൂളിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് വിദ്യാലയം എന്നുള്ളതാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള വിദ്യയാണ് അവിടെ വേണ്ടത്. അല്ലാണ്ട് സൊസൈറ്റി പറയുന്ന കാര്യം മാത്രം പഠിക്കേണ്ടതല്ല സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കോളേജിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ അതേസമയം അവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
അപ്പൊ സ്കൂളിൽ നിന്നും കോളേജിലേക്ക് എത്താൻ പറ്റാത്ത വിദ്യാർത്ഥികൾ, എന്താണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്? എന്തുകൊണ്ടാണ് ജനറൽ എഡ്യൂക്കേഷനിൽ നിന്നും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസ ഇടത്തേക്ക് എത്താൻ പറ്റാത്തത്? അവിടെ എന്ത് തരത്തിലുള്ള വിവേചനമാണ് ഉണ്ടാവുന്നത്? അവിടെ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള കൂട്ടായ്മകൾ എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? കാരണം വിദ്യാലയമല്ല കലാലയം. സ്കൂളിന്റെ പേര് വിദ്യാലയം എന്നാണെങ്കിൽ കോളേജിന്റെ പേര് കലാലയം എന്നുള്ളതാണ്. കലകളുടെ ആലയമാണ്. അവിടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ പൂർണ്ണത ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന കലാലയത്തിൽ തന്നെയാണ്. കലാലയത്തിലേക്ക് എല്ലാവർക്കും എത്തേണ്ടതുമാണ്. കേവലം ഒരു വിഭാഗം മനുഷ്യരുടെ മാത്രം ഇടമല്ല കലാലയം. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ കോളേജുകളും നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ആ കലാലയങ്ങളിൽ നമുക്ക് കാണാതെ പോകുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെയാണ്. എന്റെ ഒപ്പം ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തില് ഒരു ആദിവാസി ഗവേഷക വിദ്യാർത്ഥി പോലും ഇല്ല. PhD ചെയ്യുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥി പോലും ഇല്ല. അപ്പൊ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ട്. അതായത് അത്രയും മാറ്റി നിർത്തപ്പെടല് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുന്ന സംസ്ഥാനത്തുണ്ട്. ഹലോ, യാ. അപ്പൊ അത്തരത്തിലുള്ള ഇടങ്ങളിലേക്കല്ല നമ്മുടെ ഇടങ്ങൾ മാറേണ്ടതെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇനി കലാലയങ്ങളിൽ ഉണ്ടാവുന്ന ഫ്രീഡം ഇല്ലായ്മ, ഹോസ്റ്റലിന്റെ കർഫ്യൂ മുതൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് മുതൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ടാക്കുന്നത് മുതൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേൽക്കൊയ്മ വരികയും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ ഈ മേൽക്കൊയ്മയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പോലുള്ള നിരവധി പ്രശ്നങ്ങൾ കലാലയങ്ങളിലുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യാം? കലാലയങ്ങളിൽ തീർച്ചയായിട്ടും വേണ്ടതാണ് രാഷ്ട്രീയ ചർച്ചകൾ മുതൽ പലതും. അപ്പൊ അത്തരം ഇടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കോളേജുകളിലുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ. ഇനി വരുന്നത് തൊഴിലിടങ്ങളാണ്. എന്താണ് തൊഴിലിടത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം? അവിടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അവിടെ മറ്റ് ജാതി മതസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അവിടെ എന്ത് തരത്തിലുള്ള മാറ്റി നിർത്തൽ ആണ് ഉണ്ടാവുന്നത്? ആ മാറ്റി നിർത്തൽ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത് മാറ്റി നിർത്തപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ട ജനതയുടെ ഒപ്പം നിൽക്കുന്ന മനുഷ്യരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ആരാണോ മാറ്റി നിർത്തപ്പെട്ടത് അവർക്കെതിരെ തിരിയുന്നതിന് പകരം അവരായിട്ടുള്ള ആദ്യം ഡയലോഗ് ക്രിയേറ്റ് ചെയ്യുകയും, ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കുന്ന വിധം നിയമപരമായിട്ട് കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ഇടപെടലുകളിലൂടെ ആയിക്കൊള്ളട്ടെ, നീതി മേടിച്ചു കൊടുക്കുന്ന ഇടത്തിലേക്ക് കുറേയും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം എന്നുള്ള അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും ഒരു പുനർനിർവചനം ഇല്ലാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന ഇടത്തേക്ക്, അടുത്തത് എന്നുള്ളത് വളരെ ഐഡിയലിസ്റ്റിക് ആയി പോയി എനിക്ക് തന്നെ അറിയാം, പക്ഷെ ഒട്ടും വിദൂരമല്ലാത്ത രീതിയിൽ എല്ലാ ജനതയ്ക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിൽ ഒരു പുനർനിർവചനം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ഞാൻ പറഞ്ഞതുപോലെ 20 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീർച്ചയായിട്ടും ഒരു ചർച്ചയിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ.
മാഡം ക്ലാസ് കഴിഞ്ഞതാണോ? സാറിന് ഇന്നത്തെ സെഷനിൽ ടോക്ക് തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാവുന്നതാണ്. സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യാം, മുന്നോട്ട് വരാം, സാറിന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സാർ, ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണോ? വ്യക്തി സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷന്റെ പരിധികൾ അങ്ങനെയുണ്ടോ? മൊറാലിറ്റി, സോഷ്യൽ മൊറാലിറ്റി അനുസരിച്ചാണോ സ്വാതന്ത്ര്യം വരിക? എങ്ങനെ മാഡം ഉദ്ദേശിച്ചത്? നമ്മളിപ്പം ജനാധിപത്യത്തിനെ കുറിച്ചല്ലേ ചോദിച്ചത് നിങ്ങള്? ജോസ് ജനാധിപത്യത്തോട് വരുന്ന വ്യക്തി സ്വാതന്ത്ര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമുള്ളൊരു കാര്യമല്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ജോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയോട് എനിക്ക് എന്തും പറയാനുള്ള അവകാശമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫ്രീഡത്തിനെ, നിങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെന്റിനെ, നിങ്ങളുടെ ഫീലിങ്സിനെ, ഇത്രയും കാര്യങ്ങൾ, ഇതിനപ്പുറം നിങ്ങൾ പറയുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പൊ അതാണ് ജനാധിപത്യം എന്നുള്ളത്. ജനാധിപത്യം എന്നുള്ളത് കേവലം ഒരു രാജ്യത്തൊരു വ്യക്തി പ്രവർത്തിക്കുന്ന കാര്യം മാത്രമല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് വീട്ടിൽ കാണിക്കേണ്ട കാര്യം മുതലുണ്ട്, അല്ലെങ്കിൽ സ്വന്തം റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളുണ്ട്, സ്വയം കാണിക്കേണ്ട കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ആത്മഹത്യ ഒരു കാലം വരെ ശിക്ഷയായിരുന്നത്? ഇപ്പൊ ആത്മഹത്യാ ശ്രമം നടത്തിയ ആ വ്യക്തി മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കാലം വരെ ആ വ്യക്തിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ജനിക്കാൻ എനിക്ക് അവകാശമില്ല, പക്ഷെ എനിക്ക് മരിക്കാനും എനിക്ക് ജനിക്കാൻ ഞാൻ ചോദിച്ചിട്ടല്ല ഞാൻ ജനിക്കുന്നത്. എന്നെ കൊല്ലാൻ അതേസമയം എനിക്ക് അവകാശമില്ല. എന്നെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. ഞാൻ സ്വാഭാവികമായിട്ടേ മരിക്കാൻ പാടുള്ളൂ. അപ്പൊ സ്വന്തം ബോഡിയിൽ പോലും നമ്മൾ കാണിക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പോലും ജനാധിപത്യമുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് സ്വന്തം റൂമില്, സ്വന്തം സ്പേസില്, സ്വന്തം വീട്ടില്, സ്വന്തം വർക്ക് സ്പേസില്, തൊഴിലിടത്ത്, സ്വന്തം മറ്റെവിടെയൊക്കെയാണോ നമ്മളുള്ളത് അവിടെ എല്ലായിടത്തും നമ്മൾ കാണിക്കേണ്ട ജനാധിപത്യ മര്യാദകളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്വന്തം ഭർത്താവിനോട് എന്തും പറയാനുള്ള അവകാശമൊന്നുമില്ല, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. സ്വന്തം ഭർത്താവിനോട് ആ ഭർത്താവ് ഇപ്പൊ എന്റെ ജീവിത പങ്കാളി ആണെങ്കിൽ കൂടി അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരുപാട് റെസ്പെക്റ്റുകൾ ഉണ്ട്. കാരണം അവര് മറ്റൊരു ഇൻഡിവിജ്വൽ ആണ്. അല്ലെങ്കിൽ സ്വന്തം മകനോട് എനിക്ക് എന്റെ മകനോട് എല്ലാം പറയാനുള്ള അവകാശമൊന്നുമില്ല. എനിക്ക് എന്റെ മകന്റെ ജീവിതം എല്ലാം തീരുമാനിക്കാനുള്ള അവകാശമൊന്നുമില്ല. ഉദാഹരണത്തിന് ഞാൻ എന്റെ മകനെ തല്ലിയാൽ അതേസമയം അവിടെ ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന കാര്യമുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ഉണ്ട്, പോക്സോ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ ആ വിഷയം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മകനെ തല്ലിയാൽ എന്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുക? ചൈൽഡ് ലൈൻ ഇടപെടും. ആ മകൻ 1098 എന്ന് പറയുന്ന 4 അക്ഷരത്തിൽ ഞെക്കി എന്റെ അച്ഛൻ എന്നെ തല്ലി എന്ന് പറഞ്ഞാൽ മതി, വന്ന് സ്വന്തം അച്ഛനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അമ്മേനെ അറസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? പറയാം എനിക്ക് ഞാൻ ജന്മം കൊടുത്തതാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന്. ഒരിക്കലുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ അവകാശങ്ങളുണ്ട്. എല്ലാവരും വേറെ വേറെ ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് സജഷൻസ് കൊടുക്കാം, അഡ്വൈസസ് കൊടുക്കാം. അതിപ്പോ ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ജസ്റ്റ് അഡ്വൈസ് ചെയ്യാൻ, പറഞ്ഞ് മനസ്സിലാക്കാം. അതിനപ്പുറം അവരും ഒരു ഇൻഡിവിജ്വൽ ആണെന്നുള്ള കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്തും പ്രവർത്തിക്കാനും സംസാരിക്കാനും ചെയ്യാനും പാടുള്ളൂ. ആ റെസ്പെക്ട് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള ഹാപ്പിനെസ്, എല്ലാ തരത്തിലുമുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് അതെല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അതെ. ഹലോ, പറയൂ. അതെ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ സ്വാതന്ത്ര്യം ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല? അതിനെ കുറിച്ച് എങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വരെ ആയിട്ട് ആൾക്കാർ പുറത്തുനിന്ന് മറിഞ്ഞുകൊണ്ട് ഒരുപാട്. ഹലോ,
കേൾക്കുന്നുണ്ട്. ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. അല്ല, സോഷ്യൽ മീഡിയ ഇപ്പൊ ഈ സ്വാതന്ത്ര്യം ഒരുപാട് ദുരുപയോഗപ്പെടുന്നില്ലേ, അതിനെ കുറിച്ച് എങ്ങനെയാണ്, അതിന്റെ കുറിച്ച് ഒന്നും എക്സ്പ്ലനേഷൻ തന്നിരുന്നു? വളരെ നല്ലൊരു ചോദ്യമാണത്. ഇപ്പം സ്വാതന്ത്ര്യം എന്നുള്ളത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പം നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. അത് ഈ പറയുന്ന ഫ്രീഡം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണത്. ഇപ്പൊ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ, സുൽഫിക്കർ എന്നാണെന്ന് തോന്നുന്നു പേര്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഇടത്തിനെ എക്സാമ്പിൾ ആയിട്ട് തന്നെ വെക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത് ദൂരം കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് പാൻ സ്റ്റേറ്റ് ലെവൽ ഒരു കൂട്ടായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതൊരു സ്റ്റേറ്റ് ലെവൽ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 15 വർഷം മുന്നേ കൂടണമെന്നുണ്ടായിരുന്നു. 15 വർഷം വേണ്ട, ഒരു 5 വർഷം മുന്നേ കൂടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ സൂം ഇല്ല, ഗൂഗിൾ മീറ്റ് ഇല്ല, 15 പേര് അല്ലെങ്കിൽ ഇപ്പൊ ഇതില് ഞാൻ ഉൾപ്പെടെ 50 പേരുണ്ട്. 50 പേര് ഉൾച്ചേർത്തുകൊണ്ട് ഒരു കോളം നമുക്ക് ചെയ്യാൻ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത്, ഇതിലിപ്പോ വേണമെങ്കിൽ UAE എന്നുള്ളവർക്ക് ഇവിടെ ഇരിക്കാം. ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നെ വിളിച്ചിട്ടുള്ളത് കാസർഗോഡുള്ള ഒരാളാണ്. അപ്പൊ ഇത് ഭയങ്കര ദൂരം കുറച്ചിട്ടുണ്ട്. ആ ദൂരം കുറച്ചതോടുകൂടി എന്റെ സ്പേസിലേക്ക് എന്റെ അനുവാദമില്ലാതെ കടന്നു വരാൻ സുൽഫിക്കറിന് ഇപ്പൊ അവകാശമുള്ള പോലെയാണ് സുൽഫിക്കർ പെരുമാറുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്നോട് ചോദിക്കാതെ എനിക്ക് വീഡിയോ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ എവിടുന്നോ സുൽഫിക്കറിന് കിട്ടിയിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു. അത് എന്റെ സ്പേസിനെ ഹിൻഡ്രന്റ് ചെയ്യാണ് നിങ്ങള്. അപ്പൊ അത് വളരെയധികം ദുരുപയോഗമാണ്. പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുൽഫിക്കർ ചെയ്യുന്നത്. അത് പുതിയൊരു ആശയമല്ല, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മോഷണം എന്നുള്ളത്, മോഷ്ടിച്ച പിടിക്കപ്പെടുമെന്നുള്ളത് ഇവിടെ എല്ലാ മോഷ്ടാക്കൾക്കും അറിയാം. എന്റെ വീട്ടിൽ, എന്റെ അലമാരിയിൽ, എന്റെ പേഴ്സിൽ ഇരിക്കുന്ന 100 രൂപ XYZ എന്ന് പറയുന്ന ഒരാൾ വന്ന് മോഷ്ടിച്ചു എന്ന് വെക്കാം. ഞാൻ കേസ് കൊടുത്താൽ ആ 100 രൂപ മോഷ്ടിച്ചിട്ടുള്ള ആളെ പിടിക്കും എന്നുള്ള പരിപൂർണ ബോധ്യത്തോടു കൂടിയാണ് ആ ആള് മോഷ്ടിക്കുന്നത്. അപ്പൊ അതും സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന, സ്വാതന്ത്ര്യത്തിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ വേണ്ടത് മനുഷ്യർക്ക് ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം എന്നുള്ളത് ആ സ്വാതന്ത്ര്യത്തിനെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു നീതിബോധമാണ്. മനുഷ്യർക്ക് ഒരു കാലത്തും ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ് ആ നീതിബോധം എന്നുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിന് എടുക്കുകയാണെങ്കിൽ എത്രയോ സാമൂഹ്യ പരിഷ്കരണങ്ങൾ വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം ഇന്ന് ഇത്രയും ബെറ്റർ ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അകമഴിഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് കൂടി കേരളത്തിൽ എത്രയോ അനീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും എന്നും നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതായത് എങ്ങനെ കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, കിട്ടിയിട്ടുള്ള സ്പേസ്, കിട്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് ആർക്കും അറിയില്ല. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. കയ്യിൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് പൈസ കുറഞ്ഞ് കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ട്, മനുഷ്യരൊക്കെ വന്ന് നമ്മുടെ ഫോട്ടോസിന് കമന്റ് ഇടുന്നുണ്ട്, ലൈക്ക് ഇടുന്നുണ്ട്, നമ്മൾ എന്തോ വലിയ ആളായി എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ നമുക്ക് ഈ സ്പേസ് എന്തും ചെയ്യാം എന്നുള്ളൊരു ബോധം, അത് പിടിക്കപ്പെടും എന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഇപ്പൊ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉറക്കം കിട്ടാതെ അല്ലെങ്കിൽ ആൻസൈറ്റിയോടെ നമ്മൾ കുറ്റബോധത്തോടു കൂടി, എത്ര കുറ്റബോധം ഇല്ല എന്ന് പറയില്ല, കുറ്റബോധത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടീന്റെ ഫോട്ടോയിന്റെ കീഴെ വന്നിട്ട് മോശം കമന്റ് ഇട്ടു. ആ കമന്റിന് തെറിവിളി വരും എന്ന് എനിക്ക് എന്റെ ഉള്ളിൽ ബോധമുണ്ട്. പക്ഷെ നമ്മള് ഈ എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് തോന്നിയതൊക്കെ പറയാമെന്നുള്ള ഒരു കാര്യം. പണ്ടൊക്കെ കോളേജിന്റെ മുകളിൽ ഇരുന്ന്, ഒരു 20-25 വർഷം മുന്നേ കോളേജിന്റെ മതിലിന്റെ മേളിൽ ഇരുന്ന് പയ്യന്മാര് പെണ്ണുങ്ങൾ നടന്നു പോകുന്നതിനെ നോക്കി കമന്റ് അടിച്ചിരുന്നതിന്റെ ഒരു പുതിയ വെർഷനാണ് ഫോട്ടോയിന്റെ കീഴെ വന്ന് കമന്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ മിസ്യൂസ് ആണ്. പണ്ട് ചെരിപ്പേറായിരുന്നുവെങ്കിൽ ഇന്ന് സൈബർ ക്രൈം ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ അടി നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള ബോധ്യത്തോടു കൂടി, നീതിബോധത്തോടു കൂടി നമ്മൾ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ സ്വാതന്ത്ര്യം ഒട്ടും നമുക്ക് മിസ്യൂസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും. സാർ, ഒരു ചോദ്യം ഉണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് നിയമം കൊണ്ട് എങ്ങനെ നേരിടാം എന്നുള്ളതും കൂടെ ഒന്ന് പറയുന്നെങ്കിൽ.
ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാലേ ഇവിടെ കുറെ ആൾക്കാർക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ടാവില്ല. ഓക്കെ. ഇപ്പം നിയമം എന്നുള്ളത് സൈബർ, ഇപ്പം ഇദ്ദേഹം സുൽഫിക്കർ ചോദിച്ചത് സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം സൈബർ എന്നുള്ളത് ആക്ച്വലി വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. കാരണം അത്ര അൺപ്രൊട്ടക്റ്റഡ് അല്ല സൈബർ സ്പേസ്. സൈബർ സ്പേസ് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ആ പ്രൊട്ടക്ഷനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഫോട്ടോ മിസ്യൂസ് ചെയ്തു എന്ന് വെക്കുക, അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു കേട്ടോ. മോർഫിംഗ് എന്നാണ് പണ്ട് പറയാം. ഇപ്പൊ അത് മോർഫിങ്ങിന്റെ പുതിയ വെർഷൻസ് ഒക്കെ ഇന്നുണ്ട്. അപ്പം ഫോട്ടോ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ അനുവാദം കൂടാതെ എന്റെ ഫോട്ടോ സുൽഫിക്കർ ഡൗൺലോഡ് ചെയ്ത് സുൽഫിക്കറിന്റെ ഫോണിൽ വെച്ചു, എന്നിട്ട് അത് കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇപ്പം ഒരു കാമുകൻ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അവർ പ്രേമത്തിലായിരുന്ന കാലത്ത് എടുത്തു, ബ്രേക്കപ്പ് ആയതിനു ശേഷം അന്ന് നമ്മളെടുത്ത ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാനിത് പ്രചരിപ്പിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എത്ര ബ്ലോക്ക് ചെയ്താലും പുതിയ നമ്പറിൽ നിന്നൊക്കെ വന്ന്, ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഞാൻ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയിൽ വന്നൊരു കേസായിരുന്നു. ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു, കോള് കുറെ ബ്ലോക്ക് ചെയ്തു, SMS ബ്ലോക്ക് ചെയ്തു, വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തു, പിന്നെ മെസ്സേജ് അയച്ചത് ഗൂഗിൾ പേയിലാണ്. അപ്പൊ അത്രമാത്രം സ്റ്റോക്കിങ്. അപ്പൊ ഈ പറഞ്ഞ സ്റ്റോക്കിംഗ് പോലെയുള്ള ഫോട്ടോ മിസ്യൂസിൽ പോലെയുള്ള മോശം കമന്റ് ഇടലിനൊക്കെ ഇവിടെ സൈബർ നിയമമുണ്ട്, സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ സുൽഫിക്കറിന്റെ ഫോട്ടോന്റെ കീഴെ ഒരു ആള് വന്ന് മോശം കമന്റ് ഇട്ടു എന്ന് വെക്കുക. അപ്പൊ ആ സുൽഫിക്കറിന് ഇത് മോശം കമന്റ് ആണെന്ന് മനസ്സിലാക്കി, അതിപ്പം മതപരമായിട്ടുള്ള കമന്റ് ആയിക്കൊള്ളട്ടെ, ജെൻഡർ ബേസ്ഡ്, ഇപ്പൊ സുൽഫിക്കറിനെ കളിയാക്കുന്നു അങ്ങനെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സുൽഫിക്കറിന്റെ ജാതി പറഞ്ഞുകൊണ്ടായിക്കൊള്ളട്ടെ, സുൽഫിക്കർ ഒരു ഡിസേബിൾഡ് വ്യക്തിയാണെങ്കിൽ ഡിസേബിലിറ്റി പറഞ്ഞുകൊണ്ടായിക്കൊള്ളട്ടെ, എന്ത് തരത്തിലും സുൽഫിക്കറിന് ഹേർട്ട് ആയിട്ടുണ്ട് എങ്കിൽ അത് വളരെ കൃത്യമായിട്ട് കൺസേൺഡ് നിയമം. ഇപ്പൊ ഇതിന് പേർക്ക് ഒന്നുമല്ല, സുൽഫിക്കറിനെ ചുമ്മാ കമന്റ് അടിച്ചു, അത് സുൽഫിക്കറിന് ഇഷ്ടമായില്ല. സുൽഫിക്കറിന് വളരെ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഈ വ്യക്തിക്കെതിരെ കേസെടുക്കണം. ഇവിടെ നിൽക്കുന്ന ഒരു ചെറിയ പ്രശ്നം, ഇത് ഇത്ര വലിയ കമന്റ് ആണോ എന്ന് പലപ്പോഴും പലരോടും സൈബർ പോലീസിൽ നിന്ന് അത്തരത്തിലുള്ള ചെറിയ ഇടപെടലുകൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. സുൽഫിക്കർ നിർബന്ധമായിട്ട് പറയാ, എനിക്കിത് പ്രശ്നമാണ്, എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകണം എന്ന് സുൽഫിക്കർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. സുൽഫിക്കർ എന്നുള്ള ചോദ്യം ചോദിച്ചത് സുൽഫിക്കർ ആയതുകൊണ്ടാണ്. ആരായിക്കൊള്ളട്ടെ ആ തീരുമാനത്തിൽ അവര് ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കമന്റ് ഇട്ട ആൾക്ക്, അല്ലെങ്കിൽ ആരാണോ സൈബർ ക്രൈം ചെയ്തിട്ടുള്ളത്, സൈബർ ക്രൈം ചെയ്തിട്ടുള്ള ആൾക്ക് ഒരു ശിക്ഷയുണ്ട്. അത് പലതരത്തിലുള്ള ശിക്ഷയാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, അത് ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ അത് കൂടുതലാണ്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അത് വേറെ നിയമമാണ്. ഡിസേബിലിറ്റി നിയമമാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസേബിൾഡ് വ്യക്തികളാണെങ്കിൽ ഡിസേബിലിറ്റി നിയമപ്രകാരമുണ്ട്. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റി ആരെയാണോ കമന്റ്, ഇപ്പം ഒരു മോശം കമന്റ് എന്നുള്ളത് ഓരോ നിയമപ്രകാരമാണ്. ആ നിയമാനുസൃതമായിട്ടുള്ള ശിക്ഷ കിട്ടുന്ന ഒരു ഇടം ഇവിടെ ഉണ്ട്, ആ സ്പേസ് ഇവിടെ ഉണ്ട്. അത് നിയമപ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്ന് ഭീഷണി വരുന്നു. ആ പെൺകുട്ടി രാത്രി ആയിരിക്കും ചിലപ്പോൾ ഈ മെസ്സേജ് ഉണ്ടാവുക. അപ്പൊ ആ പെൺകുട്ടിക്ക് പേടിയാണ് വീട്ടിൽ പറയാൻ. കാരണം രാത്രി എന്തിന് വാട്സാപ്പ് യൂസ് ചെയ്തു? പലപ്പോഴും ഇവിടെ ഉണ്ടാവുന്നത് വിക്ടിമിന്റെ ഒപ്പം, അല്ലെങ്കിൽ സർവൈവറിന്റെ ഒപ്പം, ഇരയുടെ ഒപ്പം, അല്ലെങ്കിൽ അതിജീവിതരുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു പ്രവണത സമൂഹത്തിനില്ല. ഇങ്ങനെ ഒരു വീഡിയോ കോള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് രാത്രി വന്നെങ്കിൽ എന്തിന് നീ രാത്രി ഓൺലൈനായി എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാവുന്നത്. അത് ഇൻഡയറക്റ്റ്ലി ഈ കമന്റ് ഇടുന്ന മനുഷ്യർക്ക്, അല്ലെങ്കിൽ ഇത്തരം സൈബർ ക്രൈം ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടീനെ വിക്ടിം ബ്ലെയിമിങ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടികൾ ആരും ആയിക്കൊള്ളട്ടെ, അവര് വിക്ടിം ബ്ലെയിമിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളത് ചിലപ്പോൾ വീട്ടിൽ അറിയണ്ടാവില്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളത് വീട്ടിൽ അറിയണ്ടാവില്ല, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് ഉള്ളത് വീട്ടിൽ അറിയുന്നുണ്ടാവില്ല. അപ്പൊ അത് വീട്ടിൽ അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഈ വീട്ടിൽ അറിയില്ല എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഈ വ്യക്തിക്ക് സൈബർ ഇടത്തിൽ ഇങ്ങനൊരു പ്രശ്നം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. സാറേ, ഒരു ചോദ്യമുണ്ട്. ഓ, പേര് അഷ്റഫ്. പറയൂ. താങ്ക് യു മാഡം.
ചോദിച്ചോട്ടെ? ചോദിക്കൂ. സാറ് പറഞ്ഞപ്പോ നമ്മുടെ പൗരന്മാര് സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ ഞാൻ രാജ്യത്താണെങ്കിലും ലോകത്താണെങ്കിലും ഒരു പൗരന് സർക്കാരുകളും ഭരണഘടനയും തരുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും മൗലിക അവകാശങ്ങളും ഇന്നിപ്പോ നമ്മുടെ ഭരണഘടനയിൽ ഉള്ള അവകാശങ്ങൾ തന്നെ പല രീതിയിലുള്ള വിവേചനത്തിന്റെ ഒരു കാലഘട്ടമല്ല സാറേ. രാജ്യത്താണെങ്കിലും ലോകത്താണെങ്കിലും എല്ലാം മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളുടെ പേരിലും രാജ്യം നമുക്ക് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ പോലും കൃത്യമായിട്ട് പൗരന്മാർക്ക് പല രീതിയിൽ കിട്ടാത്തൊരു കാര്യമില്ലേ. ആ സമയത്ത് പൗരന്മാർ മിസ്യൂസ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ ഇതിനകത്ത് പരമപ്രധാനമായിട്ട് സർക്കാരുകളും സ്റ്റേറ്റും ജുഡീഷ്യറിയും മറ്റുമെല്ലാം വേണ്ട രീതിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന് സാറിന് പറയാൻ കഴിയുമോ? ഞാൻ ആദ്യം പറഞ്ഞിരുന്ന വിഷയമാണ് നിങ്ങളുടെ പേരെന്താ അഷ്റഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നതും ഇതേ വിഷയമാണ്. തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞ ഇതേ സെയിം വിഷയം തന്നെയാണ്. ഉദാഹരണങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമുക്കത് കറക്റ്റിഫൈ ചെയ്യാൻ വേറൊരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ. എവിടെയെങ്കിലും നമുക്ക് രാജ്യവും ഭരണഘടനയും തരുന്ന അവകാശങ്ങളുടെ ലംഘനം നടക്കുമ്പോൾ നമ്മൾ എവിടെ ചോദിക്കും, എവിടെ പറയും, എങ്ങനെ നമ്മൾ കറക്റ്റിഫൈ ചെയ്യും? ഞാൻ സംസാരിക്കട്ടെ? ഓക്കെ. ഞാൻ നിങ്ങൾ പറഞ്ഞ പരിപൂർണമായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനൊപ്പം തന്നെയാണ്. ഞാൻ അത് തന്നെയാണ് തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ പിന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു പ്രവണത മനുഷ്യർക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. ആ പ്രവണത എന്നും ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നത്. മിസ്യൂസ് ചെയ്തു എന്നുള്ള പദം ഞാനല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് വളരെ ഫാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മള് അതൊരു നിയമം, ഇപ്പൊ എന്നെ ഒരാൾ മാർജിനലൈസ് ചെയ്തു, എന്നെ ഒരാള് എന്റെ അവകാശത്തിനെ ഹനിച്ചു എന്ന് വെച്ച് തിരിച്ച് ഞാനിപ്പം എന്നെ തല്ലിയാൽ തിരിച്ചതെല്ലാം എന്നുള്ള കണ്ണിന് കണ്ണ് കാതിന് കാത് എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിയമത്തിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. പക്ഷെ അതേസമയം നിയമത്തിന് അതിൻ്റെതായിട്ടുള്ള ശരികളുടെ ഒപ്പം നമ്മൾ നിൽക്കേണ്ടത് നീതിബോധം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അതാണ് ശരിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നെ ഒരാൾ തല്ലിയാൽ തിരിച്ച് അയാളെ തല്ലാം, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ തല്ലിപ്പോയേക്കാം. പക്ഷെ എന്ന് വെച്ച് രണ്ടും അപ്പോൾ തെറ്റാണെന്ന് നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഞാൻ അപ്പോൾ മനസ്സിലാക്കേണ്ടത് നീതി ഞാൻ കയ്യിലെടുത്തു, അല്ലെങ്കിൽ നിയമം ഞാൻ കയ്യിലെടുത്തു, അത് അനീതിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എന്നെ കൊന്നാല് എന്റെ അച്ഛൻ എന്നെ കൊന്ന ആളെ പോയി കൊല്ലലാണോ ശരി, അതോ എന്നെ കൊന്ന ആൾക്ക് നിയമപ്രകാരമുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കലാണോ ശരി? പലപ്പോഴും അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി നിങ്ങൾ ആദ്യം പറഞ്ഞ ഭരണകൂടം ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള ഉദാഹരണങ്ങൾ നമ്മളിപ്പം, എനിക്കൊരു പരിധി കൂടുതൽ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കിപ്പോ കഴിയില്ല. പക്ഷെ ഭരണകൂടം ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും എന്ത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്. പക്ഷെ ആ കയറ്റത്തിൽ ഒരുപാട് പേരുടെ സഫറിങ്സ് ഉണ്ട്, ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ കാണേണ്ടി വരുന്നുണ്ട്, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കാണേണ്ടി വരുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യർക്ക് സാമൂഹികപരമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള, അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഒത്തുചേരലിലൂടെ അവരെ ചേർത്ത് നിർത്തുകയും കളക്റ്റീവായിട്ട് ആരാണോ അവിടെ പ്രശ്നമാകുന്നത്, ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവർക്കെതിരെ ഭരണഘടനാപരമായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള, ഒപ്പം തന്നെ ഭരണഘടന പറയുന്ന കാര്യങ്ങൾ ഒപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുക. അല്ലാതെ റോട്ടിലിറങ്ങി, നേരത്തെ പറഞ്ഞ പ്രശ്നം അത് വീണ്ടും ഞാൻ പറയുകയാണ്, റോട്ടിലിറങ്ങി സമരം ചെയ്യുന്നതല്ല ഒരു സമരം. അതെവിടെയും നമ്മളെ എത്തിച്ചിട്ടുമില്ല. അത്തരത്തിലുള്ള സമരമുറകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെയും എത്തിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് കിടക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറേയും കൂടി ഇഷ്യൂസ് ഉണ്ടാക്കലല്ലാതെ അവിടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും
അവിടെ സമാധാനപരമായിട്ട് എല്ലാ മനുഷ്യർക്കും തുല്യതയോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ, ആയുധം കയ്യിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം, നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ അത്യുത്തമമാണെന്നും കൂടി ഞാൻ അവസാനം പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും വളരെയേറെ സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങളൊക്കെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ സംശയങ്ങളൊക്കെയും തീർത്തു തരുകയും അതുപോലെ വളരെ മികച്ച രീതിയിൽ ഇന്നത്തെ വിഷയം അവതരണം നടത്തി തരുകയും ചെയ്ത പ്രിയപ്പെട്ട സാറിന് D2 സ്മൈലിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. താങ്ക് യു സാർ. ഇനിയും ഒരുപാട് കാലത്ത് നമ്മുടെ D2 സ്മൈലിന്റെ ഭാഗമായി ഇതുപോലുള്ള സെഷനുകളിൽ സാറിന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാർ, അധ്യാപകർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു എവരിവൺ.